നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യമനിലെ ഹൂതി നേതാവ് സാലിഹ് അൽ സമദിനെ 2018 സൗദി അറേബ്യ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ വർഷങ്ങളോളമായി യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണങ്ങൾ പതിവാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 9 പേർക്ക് ഹൂതികൾ പരസ്യമായി വധശിക്ഷ നൽകിയത് ഏറെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. തലസ്ഥാന നഗരമായ സനായിലെ തഖ്രി ചത്വരത്തിൽ ശനിയാഴ്ച പുലർച്ചെ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെയാണ് 9 പേരെയും പിന്നിൽ നിന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. വധശിക്ഷയുടെ ദൃശ്യം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഫോട്ടോകളും വിതരണം ചെയ്തു. 2018 ഏപ്രിലിൽ സാലിഹ് അൽ സമദിനെ വധിച്ച കേസിൽ 60 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ശേഷിക്കുന്ന പ്രതികളിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ അസാന്നിധ്യത്തിൽ വിചാരണ നടത്തിയ ഹൂതികൾ ഇവർക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. സൗദിക്ക് വേണ്ടി 9 പേരും ചാരവൃത്തി നടത്തിയെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. കൂടാതെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഉത്തര യമനിലെ ഭരണ സംവിധാനത്തിന്റെ പ്രസിഡന്റായിരുന്ന സാലിഹ് അൽ സമദും 6 കൂട്ടാളികളും തീരദേശ നഗരമായ ഹൊദൈദയിൽ സൗദി വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. 2014 ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിൽ യമനിൽ 1,30,000-ൽ ഏറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക്. യമനിലെ സ്ഥാനഭ്രഷ്ടരായ നേതാക്കൾക്ക് സൗദിയുടെ പിന്തുണയുമുണ്ട്. ഇത്തരം ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് സൗദി കിരീടാവകാശി ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ഇന്ത്യയിലെത്തിയതായി റിപ്പോർട്ട്. വിദേശകാര്യമന്ത്രിയായ ശേഷം ഫൈസൽ രാജകുമാരന്റെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കാണ് എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ശനിയാഴ്ചയാണ് സംഘത്തോടൊപ്പം സൗദി വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നത്. സൗദി അറേബ്യ ഇന്ത്യ ബന്ധം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കാനും ശക്തിപ്പെടുത്താനും ഈ സന്ദർശനം സഹായകരമാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.